हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में ख़त्मुल मुरसलीन, दिल से है खुदा में ख़त्मुल मुरसलीन, ख़त्मुल मुरसलीन। ഔദുബില്ലാഹിമിനശ്ശൈത്താനിർ-റജീം. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. പ്രിയ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് 22 നവംബറാണ്. ഇന്ത്യയിലിപ്പോൾ രാത്രി 10 മണിയാണ്. GMT അടിസ്ഥാനത്തിൽ ഇത് 4:30 മണിയാണ്. പ്രിയ പ്രേക്ഷകരെ, ഇത് രാഹെ ഉദായുടെ സമയമാണ്. ഖാദിയാൻ ദാറുൽ നിന്ന് ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാമായിട്ടുള്ള രാഹേവദയുടെ 4 എപ്പിസോഡായിട്ടുള്ള ഈ ഒരു സീരീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഈ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ്. ഈ മുഴുവൻ സീരീസിലും നാം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥം മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഗ്രന്ഥം ബറാഹീനെ അഹമ്മദിയ 5-ാം ഭാഗത്തെ സംബന്ധിച്ചായിരിക്കും സംസാരിക്കുക. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ രാഹേഉദ ലൈവ് ആയതോടൊപ്പം തന്നെ ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള പരിപാടിയാണ്. പ്രിയ പ്രേക്ഷകർ ചോദ്യങ്ങളുമായിട്ട് ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. സ്റ്റുഡിയോ ഡിസ്കഷനോടൊപ്പം തന്നെ പ്രിയ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ സ്റ്റുഡിയോയിലുള്ള പണ്ഡിതന്മാരുടെ മുമ്പിൽ വെക്കുന്നതായിരിക്കും. നമ്മുടെ പണ്ഡിതന്മാർ ഈ പ്രോഗ്രാമിൻ്റെ മുഖാന്തരം തന്നെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. നമ്മുമായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ടെലിവിഷൻ സ്ക്രീനിൽ കാണിക്കുന്ന ഡീറ്റെയിൽ മുഖാന്തരം നമ്മോടൊപ്പം ബന്ധപ്പെടാവുന്നതാണ്. ടെലിഫൈൻ ലൈൻസ് മുഖാന്തരവും ടെക്സ്റ്റ് മെസ്സേജ് മുഖാന്തരവും ഫാക്സ് മെസ്സേജ് മുഖാന്തരവും ഇമെയിലിൻ്റെ അടിസ്ഥാനത്തിലും നമ്മുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്മോടൊപ്പം ചേരുന്ന പണ്ഡിതന്മാരെ ഞാൻ അവരാദ്യം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹമീദ് കൗസർ സാഹിബ്, മൗലാന അത്താഉൽ മുജീബ് ലോൺ സാഹിബ് ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം സംസാരിക്കുന്നതായിരിക്കും. ഞാൻ രണ്ടുപേരെയും പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, ബറാഹീനെ അഹ്മദിയ 5-ാം ഭാഗം എഴുതപ്പെട്ട കാലഘട്ടം, അത് ഇൽഹാമും വഹിയും അതിൻ്റെ വാതിലുകൾ അടക്കപ്പെട്ടു എന്ന് ധരിക്കപ്പെട്ടൊരു കാലഘട്ടമായിരുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം വളരെ ഉച്ചത്തിൽ വിളംബരപ്പെടുത്തുകയുണ്ടായി, അള്ളാഹു ഈ കാലഘട്ടത്തിലും തൻ്റെ അടിമകളോട് സംസാരിക്കുന്നു, അവൻ്റെ അടിമകളുടെ ദുആകൾ അത് സ്വീകരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അവിടുന്ന് യുക്തിപരമായതും അതുപോലെ തന്നെ പ്രാമാണികപരമായതും ആത്മീയപരമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇൽഹാം അത് യഥാർത്ഥത്തിലുള്ള കാര്യമാണെന്ന് സ്ഥാപിക്കുകയുണ്ടായി. ഈ ബന്ധം തന്നെയാണ് മനുഷ്യനെ അള്ളാഹുവിലേക്ക് എത്തിക്കുന്നത്. പ്രിയ പ്രേക്ഷകരെ, ഈ പ്രോഗ്രാമിൽ ഈ ഒരു ആത്മീയ വചനങ്ങളെ സംബന്ധിച്ചായിരിക്കും, ഈ മെസ്സേജിനെ സംബന്ധിച്ചായിരിക്കും നാം സംസാരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം മൗലാന കൗസർ സാഹിബിനോടായിരിക്കും നാം ചോദിക്കുന്നത്. ചിലവർ ചോദിക്കുന്നു, അള്ളാഹുവിൻ്റെ സദ്വൃത്തർ അവരുടെ ദുആകൾ പല ദുആകളും സ്വീകരിക്കപ്പെടുന്നില്ല. ആ കാരണം കൊണ്ട് തന്നെ നിരീശ്വരവാദികൾ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ ആക്ഷേപമുന്നയിക്കുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം ഈ ഗ്രന്ഥത്തിൽ ഈ ആക്ഷേപത്തിന് എന്ത് മറുപടിയാണ് നൽകിയിരിക്കുന്നത്? ജസാക്കുമുല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുആകൾ സ്വീകരിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അള്ളാഹു അവൻ്റെ സദ്വൃത്തരായിട്ടുള്ള ജനങ്ങളുടെ ദുആകൾ സ്വീകരിക്കുന്നില്ല, ഇങ്ങനെയുള്ള ധാരണ, ഇങ്ങനെയുള്ള ആക്ഷേപം അടിസ്ഥാനപരമായിട്ട് തെറ്റാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ.
നിന്റെ അടിമ, എൻ്റെ അടിമകൾ നിന്നോട് എന്നെപ്പറ്റി ചോദിക്കുമ്പോൾ അവരോട് പറയുക, ഞാൻ അടുത്തത് സമീപസ്ഥനാണ്, വിളിക്കുന്നവൻ്റെ ശബ്ദം അതിന് ഞാൻ ഉത്തരം നൽകുന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ന റബ്ബി ലസമിഉ ദുആ, എൻ്റെ റബ്ബ് ദുആകളെ വളരെയധികം കേൾക്കുന്നവനാണ്. ഇത് വിശുദ്ധ ഖുർആൻ്റെ വാദമാണ്. ഈ വാദത്തിൻ്റെ തെളിവായിക്കൊണ്ട് ആയിരക്കണക്കിന് വലിമാർ, അള്ളാഹുവിൻ്റെ സദ്വൃത്തരായിട്ടുള്ള ജനങ്ങൾ ഈ ഉമ്മത്തിൽ കടന്നു പോയിട്ടുണ്ട്. അവർ വിളംബരപ്പെടുത്തുകയുണ്ടായി, അള്ളാഹു ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഉച്ചൈസ്തരം വിളംബരപ്പെടുത്തുകയുണ്ടായി, അള്ളാഹു എൻ്റെ ദുആകളെ സ്വീകരിക്കുന്നു എന്ന്. അതുപോലെ തന്നെ അവിടുത്തെ ഖുലഫാക്കളും അവരുടെ ദുആകളും സ്വീകരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് ചില നിബന്ധനകളുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങളുടെ സുഹൃത്ത് ഫോണിൽ അമേരിക്കയിലെ തൻ്റെ സുഹൃത്തിനെ ബന്ധപ്പെടാൻ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങളുടെ മൊബൈലുമാണ് നിങ്ങളുടെ കയ്യിൽ. നിങ്ങൾ എവിടെയാണോ നിങ്ങൾ ആർക്കാണോ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നത് അവരുടെ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഈ എല്ലാ കാര്യങ്ങളും ഉണ്ടാകുമ്പോഴേ ആ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കാൻ സാധ്യമാവുകയുള്ളൂ. പക്ഷേ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം അതിൽ തെറ്റുപറ്റുകയാണെങ്കിൽ, നമ്പർ സെറ്റായി പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ നമ്പർ തെറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടവർ കേടുവരികയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധ്യമല്ല. അള്ളാഹു പറയുന്നു, അടുത്ത് നിൽക്കുക, അതായത് സമീപസ്ഥനായി നിൽക്കുക. എപ്പോഴായിരിക്കും? വൈദസാലക്കാൻ ചോദ്യം ചെയ്യണം, അള്ളാഹുവിനെ ആഗ്രഹിക്കണം. അപ്പോൾ ആ ആഗ്രഹം അള്ളാഹുവിനെ ചോദിക്കണം. അപ്പോൾ ഈ നിബന്ധനകൾ പൂർത്തിയാക്കുമ്പോഴായിരിക്കും അള്ളാഹുമായിട്ട് ബന്ധപ്പെടാൻ സാധ്യമാവുക. അള്ളാഹു പറയുന്നു, ഇന്ന റബ്ബി ലസമിഉ ദുആ, കേൾക്കുന്നതിൻ്റെ അള്ളാഹു കേൾക്കുന്നുവെന്ന് നമുക്ക് ബോധ്യമുണ്ടാകുക അപ്പോഴായിരിക്കും ആ സമയത്തായിരിക്കും, അവൻ്റെ കടമകളെ പൂർത്തിയാക്കുമ്പോഴായിരിക്കും, ദുആ ചെയ്യുമ്പോഴായിരിക്കും. ഞാൻ പറയുന്ന പോലെ തന്നെ ഞാൻ മൊബൈലിൻ്റെ ഒരു ഉദാഹരണം നൽകുകയുണ്ടായി. നാം യഥാർത്ഥ രീതി അവലംബിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഫലം ലഭിക്കുക. നിങ്ങൾ ആ ഒരു രീതി അവലംബിച്ചില്ലെങ്കിൽ അതിൻ്റെ ഫലം ലഭിക്കുകയില്ല. ആരാണോ അള്ളാഹു ഞങ്ങളുടെ ദുആ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ എല്ലാ നിബന്ധനകളും പൂർത്തിയാക്കണം. രണ്ടാമത്തെ കാര്യം, നിരീശ്വരവാദികൾ അവരെന്ത് ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്? അള്ളാഹു അവൻ്റെ സദൃഢരായിട്ട് ജനങ്ങളുടെ ദുആകൾ സ്വീകരിക്കുന്നില്ല എന്നാണോ? അവർക്ക് ചിന്തിക്കണം, ആ ദുആകൾ സ്വീകരിക്കപ്പെടുന്നതിൻ്റെ ചില നിബന്ധനകളുണ്ട്. അള്ളാഹു അവൻ്റെ സദൃഢരായ ജനങ്ങൾ അവരുടെ ദുആകളെ സ്വീകരിക്കുന്നില്ല. അവർക്ക് നല്ലതല്ലാത്ത കാര്യങ്ങളെ അള്ളാഹു സ്വീകരിക്കുന്നില്ല. അങ്ങനത്തെ ദുആകളെ അവൻ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അറിയുന്നവനാണ്. അള്ളാഹുവിനെ അറിയാം ഈ ദുആ ഇവൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചാൽ അത് അവന് നഷ്ടമാണുണ്ടാക്കുക എന്നുള്ളത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം ഇതിൻ്റെ പല ഉദാഹരണങ്ങൾ നൽകുകയുണ്ടായി. ഉദാഹരണത്തിന്, പണ്ട് കാലഘട്ടത്തിൽ സ്ത്രീകൾ അവർ പുറത്ത് തീ കത്തിക്കാറുണ്ട്. അവിടെയാണ് ഭക്ഷണം ഉണ്ടാക്കുക, തീ കത്തിച്ചിട്ട്. ആ മരം കത്തിക്കഴിഞ്ഞ മരം അത് കാണാൻ നല്ല രസമുണ്ടായിരിക്കും. ചെറിയ കുട്ടി അത് പിടിക്കാൻ ആഗ്രഹിക്കും, കയ്യിലെടുക്കാൻ ആഗ്രഹിക്കും. പക്ഷേ മാതാവിനറിയാം ഈ കുട്ടി ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് അവന് പൂർത്തിയാക്കി കൊടുത്താൽ അവന് നഷ്ടമാണ്, അവന് വേദന ഉണ്ടാകുമെന്ന്. അപ്പോൾ അള്ളാഹു മാതാവിനേക്കാൾ സ്നേഹമുള്ള അസ്തിത്വമാണ്. അള്ളാഹുവിനറിയാം അവൻ ആഗ്രഹിക്കുന്ന ആ കാര്യം അത് അവന് നല്ലതല്ല, ദോഷകരമാണ് എന്ന്. അതുകൊണ്ട് അള്ളാഹു അവന് നൽകുന്നില്ല. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ഒരു മുതിർന്ന വ്യക്തി, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദുആകൾ വളരെയധികം സ്വീകരിച്ച ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഉദാഹരണം പറയുകയാണ്. ഹസ്രത്ത് മൗലാന ഗുലാം റസൂൽ സാഹിബ് രാജിഗി റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു, അദ്ദേഹം തൻ്റെ സംഭവം വിവരിക്കുന്നു. ഞാൻ ലാഹോറിൽ എനിക്ക് കൽപ്പന ലഭിക്കുകയുണ്ടായി ഒരു സംവാദത്തിൽ പങ്കെടുക്കാൻ ഹാഫിസാബാദിൽ പോകുക എന്ന്, പാകിസ്ഥാനിൽ. ഞാൻ ട്രെയിനിൽ കയറുകയുണ്ടായി. എനിക്ക്
ഒരു അങ്കഡാഹിൽ എന്ന സ്ഥലം, അവിടെ പോയിക്കൊണ്ട് ലാഹോറിൽ നിന്ന് കയറിയിട്ടില്ല, ട്രെയിനിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ഹാഫിസാബാദിലേക്കുള്ള ട്രെയിനിലേക്ക് കയറണമായിരുന്നു. ഞാൻ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിക്കുകയുണ്ടായി, ആ ഹാഫിസാബാദിലേക്കുള്ള ട്രെയിൻ എങ്ങോട്ടാണെന്ന് ചോദിക്കുകയുണ്ടായി. പറയുകയുണ്ടായി ആ പോണ ട്രെയിനാണെന്ന് പറയുകയുണ്ടായി. ഞാൻ ഓടി 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 ആ ട്രെയിനിൻ്റെ അടുത്തേക്ക് പോവുകയുണ്ടായി. ഗോഡിനോട് പറഞ്ഞു നിൽക്കാൻ പറയുകയുണ്ടായി. പക്ഷേ ആ ട്രെയിൻ നിന്നില്ല. എനിക്കത് സഞ്ചരിക്കാൻ സാധിച്ചില്ല. ഞാൻ അള്ളാഹുവിനോട് പരാതി പറഞ്ഞു, ഞാൻ നിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് നിൻ്റെ മാർഗത്തിൽ ഇറങ്ങിയത്. ഞാൻ ഈ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വ്യക്തി പറയുകയുണ്ടായി, മല്ല നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? പറയുകയുണ്ടായി എനിക്ക് ഹാഫിസാബാദിലാണെന്ന്. നിങ്ങൾ പിന്നിൽ ഓടിയ ആ ഒരു ട്രെയിൻ അത് ലാഹോറിലേക്ക് പോകുന്ന ട്രെയിനായിരുന്നു എന്ന് പറയുകയുണ്ടായി. ഹാഫിസാബാദിൽ പോകുന്ന ആ ട്രെയിൻ അത് മുന്നിൽ നിൽക്കുന്നതാണെന്ന് പറയുകയുണ്ടായി. ഞാൻ അള്ളാഹു നന്ദി പറയുകയുണ്ടായി. അള്ളാഹ് എൻ്റെ ദുആ സ്വീകരിച്ചുകൊണ്ട് അതിൽ ആ ട്രെയിൻ കെട്ടുകയാണെങ്കിൽ ഞാൻ തിരിഞ്ഞു പോകുമായിരുന്നു, ലാഹോറിലേക്ക് തന്നെ എത്തുമായിരുന്നു. അങ്ങനെ അപ്പോൾ അള്ളാഹു ദുആ സ്വീകരിക്കാത്തതിൻ്റെ കാരണം ഇതാണ്. ദുആ ചോദിക്കുന്ന വ്യക്തിക്കറിയില്ല അതിൽ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് അവനറിയില്ല, അള്ളാഹുവിനറിയാം അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു നിരീശ്വരവാദികൾ പറയുന്ന ആക്ഷേപം എന്താണ്? നിരീശ്വരവാദികൾ പറയുന്നത്, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഉദാഹരണം നൽകിയുണ്ടായി. അള്ളാഹു അവൻ്റെ സദ്വത്തരായ ജനങ്ങളുമായിട്ടുള്ള ബന്ധം, ഔലിയാഉല്ലാഹ് എന്നുള്ള സ്ഥാനമാണ് അവർക്കുള്ളത്. അള്ളാഹുവിൻ്റെ സുഹൃത്തുക്കളാണ്. അള്ളാഹു സ്വന്തം കാര്യങ്ങൾ ചില സമയത്ത് അത് അനുസരിക്കാൻ പറയുന്നു, അതുപോലെ തന്നെ ചില സമയത്ത് അവരുടെ ആഗ്രഹങ്ങൾ അവൻ പൂർത്തിയാക്കുന്നു. ഇങ്ങനെയാണ് അള്ളാഹു തൻ്റെ സുഹൃത്ത് ബന്ധം പൂർത്തിയാക്കുക. അള്ളാഹുവിൻ്റെ സദ്വത്തരായിട്ടുള്ള ജനങ്ങൾ അധിക സമയത്തും അള്ളാഹുവരുടെ ദുആകൾ സ്വീകരിക്കുന്നു, പക്ഷെ ചില സമയത്ത് അള്ളാഹു സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഈ ആക്ഷേപം ഉന്നയിക്കുന്നവർക്ക് അവർക്ക് സുഹൃത്തുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ സാധിക്കുന്നതാണ് സുഹൃത്തുക്കൾ എന്നുള്ളത് എങ്ങനെയാണ്. ചില സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു, ചില സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു. അപ്പോൾ അള്ളാഹുവും ഇതേ രീതിയിലുള്ള ബന്ധമാണ് സ്വന്തം അടിമകളുമായിട്ട് വെക്കുന്നത്, സദ്വത്തരായിട്ടുള്ള ജനങ്ങളുമായിട്ട് വെക്കുന്നത്. ചില ജനങ്ങൾ അവരുടെ ദുആകൾ അള്ളാഹു സ്വീകരിക്കുന്നില്ല. ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒരു വലിയുള്ള അല്ലെങ്കിൽ ഖലീഫത്തുൽ മസീഹ് നിന്നുകൊണ്ട് ദുആ ചോദിക്കുന്നു, പക്ഷെ അവൻ്റെ നിയ്യത്ത് ശരിയല്ല. അവൻ ആഗ്രഹിക്കുന്ന ദുആ സ്വീകരിക്കുമ്പോൾ നോക്കാം, പരീക്ഷിക്കാമെന്ന് ധരിക്കുന്നു. എന്നിട്ട് അതിനൊരു വിഷയമാക്കുന്നു. ഞാൻ ദുആക്ക് വേണ്ടി എഴുതി, പക്ഷെ ആ ദുആ പൂർത്തിയായില്ല, അത് സ്വീകരിക്കപ്പെട്ടില്ല എന്ന് പരാതി പറയുന്നു. അത് മസീഹ് ഇസ്ലാം പറയുന്നു, അള്ളാഹു അലീമും ബിദാത്തി സുദൂറാണ്. അവൻ അറിയുന്നവനാണ് നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണുള്ളത് എന്ന് അവൻ അറിയുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ആക്ഷേപം ഉന്നയിക്കാമെന്ന്. അപ്പം നീയത്ത് മോശമാണെങ്കിൽ ആ ദുആകൾ അള്ളാഹു സ്വീകരിക്കപ്പെടുകയില്ല. തീർച്ചയായിട്ടും അള്ളാഹു സ്വീകരിക്കുന്നതല്ല അത് അവനൊരു ഫിത്നെ അവനെ അള്ളാഹു ആകപ്പെടുത്തുന്നു. അങ്ങനെ അള്ളാഹു അങ്ങനെയുള്ള ജനങ്ങളുടെ ദുആകൾ സ്വീകരിക്കുന്നില്ല. ആരുടെ ദുആകളാണ് സ്വീകരിക്കുന്നത്? ആരാണ് പരിപൂർണ കൂറോടുകൂടി ഖലീഫത്തുൽ മസീഹിൻ്റെ ശബ്ദത്തിൽ വളരെയധികം എളിമയോടുകൂടി ദുആക്ക് അപേക്ഷിക്കുന്നത്? ഈ നീയത്തോടുകൂടി അള്ളാഹുവിൻ്റെ അനുഗ്രഹം വർഷിക്കട്ടെ എന്ന്, അതായത് എന്തു തന്നെയായാലും, അത് ബുദ്ധിമുട്ടായാലും അല്ലെങ്കിൽ സന്തോഷമായാലും, എല്ലാ രീതിയിലും എല്ലാ അവസ്ഥയിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ സന്തുഷ്ടരായിക്കൊണ്ട് നാം അതിനെ സ്വീകരിക്കുന്നതാണ് എന്ന് നിയത്ത് വെച്ചുകൊണ്ട് നാം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന ദുആകൾ സ്വീകരിക്കപ്പെടുന്നതാണ്. ഹുസൂർ റളിയല്ലാഹു തആല നസീൻ്റെ ശബ്ദത്തിൽ ഇങ്ങനെ കത്തെഴുതുമ്പോഴാണ് നമ്മുടെ ജോലി എന്നുള്ളത് ചോദിക്കുക എന്നുള്ളതാണ്. നീ നൽകുന്നവനാണ്, നീ ഹുസൂർ തിരുമനസിൻ്റെ ദുആകളെ സ്വീകരിക്കുക. ഏത് രീതിയിലും നീ അതിനെ പൂർത്തിയാക്കുകയാണെങ്കിലും സ്വീകരിക്കുകയാണെങ്കിലും അത് നാം അതിനെ സ്വീകരിക്കുന്നതാണെന്ന്. അപ്പോൾ ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു ഈ ഒരു കവിതയിലുണ്ട്, ഹോ ഫസൽ തെരാറബ്, അതായത് അള്ളാഹുവിൻ്റെ നിൻ്റെ അനുഗ്രഹം വർഷിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു പരീക്ഷണമായാലും എന്ത് തന്നെ അവസ്ഥയിലായാലും അള്ളാഹുവിൻ്റെ ആ ഒരു പ്രീതിയിൽ നാം സന്തുഷ്ടരാണ് എന്ന്. അള്ളാഹുവെ,
നിന്റെ പ്രീതിയുള്ളതിൽ അതിൽ നാം പ്രീതിപ്പെടുന്നു. അപ്പോൾ ദുആന്റെ ഹുസൂർ തിരുമനസിൻ്റെ എങ്ങനെ രീതിയിൽ ആ ദുആനെ സ്വീകരിച്ചാലും നാം അതിൽ സന്തുഷ്ടരാണ് എന്നുള്ള ഒരു നിയത്തോടു കൂടിക്കൊണ്ട് ഹുസൂർ തിരുമനസിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ അപേക്ഷിക്കുകയാണെങ്കിൽ ഹുസൂർ തിരുമനസിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു ആ ദുആകളെ സ്വീകരിക്കുന്നതാണ്. അനേകം അങ്ങനത്തെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഹുസൂർ തിരുമനസിൻ്റെ സവിധത്തിൽ വളരെ എളിമയോട് കൂടി കണ്ട് അപേക്ഷിക്കപ്പെടുമ്പോൾ അതോടൊപ്പം തന്നെ ഒപ്പം അള്ളാഹുവെ നീ എനിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾ അത് ഹുസൂർ തിരുമനസിൻ്റെ ദുആകളെ നീ സ്വീകരിക്കുക എന്ന് ദുആ ചെയ്യുമ്പോൾ, അപ്പോൾ ഈ ഒരു എളിമയോട് കൂടി കൊണ്ട് വളരെയധികം സദഖ കൊടുത്തുകൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ അപേക്ഷിക്കുമ്പോൾ, അങ്ങനെ ദുആക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ അള്ളാഹു ആ ദുആകളെ സ്വീകരിക്കുന്നു. ഇതാ സഅലക ഇബാദി അന്നി ഫഇന്നി കരീം അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, അവൻ ദുആകളെ സ്വീകരിക്കുന്നു. ഇന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അഹ്മദിയ മുസ്ലിം ജമാഅത്തിൻ ലോകത്തിലെ ഏക ജമാഅത്താണ്. അള്ളാഹു ഈ ജമാഅത്തിലുള്ളവരുടെ ദുആകളെ സ്വീകരിക്കുന്നു, അവരുടെ ഈമാനെ സ്വീകരിക്കുന്നു. ഇവരുടെ ദുആകൾ അത് ഇമാമിൻ്റെ ഹക്കിൽ അത് പൂർത്തിയാക്കുന്നു, സ്വീകരിക്കപ്പെടുന്നു. ഇമാമിൻ്റെ ദുആകൾ അത് ജമാഅത്തങ്ങളുടെ ഹക്കിൽ അത് സ്വീകരിക്കുന്നു. എന്നും നാം ഇത് കാണുന്നു. അപ്പോൾ നിരീശ്വരവാദികൾ നാം പറയുന്ന കാര്യം ഇതാണ്, അള്ളാഹുവിനോട് അതും ചോദിക്കുക. ഉദാഹരണത്തിന് നിങ്ങളുടെ ഉദാഹരണം അത് തന്നെയാണ്. ഒരു ഉദാഹരണം നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഏതെങ്കിലും അന്ധനായിട്ടുള്ള വ്യക്തി പറയുകയാണ്, നിങ്ങളെല്ലാവരും പറയുന്നു സൂര്യൻ ഉയർന്നുവെന്ന്, പക്ഷേ എനിക്ക് കാണുന്നില്ല അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുകയാണ്. അപ്പം നാം പറയുന്നതാണ് നിൻ്റെ കാഴ്ചശക്തി നന്നാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ലോകത്തെ സൃഷ്ടിച്ചവൻ, ലോക പരിപാലകൻ, നിങ്ങൾ അദ്ദേഹത്തെ അവനെ തിരിച്ചറിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണിൻ്റെ ചികിത്സ നടത്തുക. അപ്പോൾ ഇതേ ഉദാഹരണമാണ്. ഏതുപോലെ ഒരു അന്ധൻ കാണുന്നില്ലേ, അതുപോലെ തന്നെ നിങ്ങളും കാണുന്നില്ല. ആദ്യം അതിൻ്റെ ചികിത്സ നടത്തുക. ഏതെങ്കിലും സദുത്തനായിട്ടുള്ള വ്യക്തിയുടെ സഹവാസത്തിൽ താമസിക്കുക. ഈ അവസരത്തിൽ ഹുസൂർ തിരുമനസിൻ്റെ ഈ ബറാഹിൻ അഹമ്മദിയ 5-ാമത്തെ ഭാഗം, ഇത് വളരെ ഗഹനമായിട്ട് ഇതിനെ വായിക്കുക. ഒരു ഏറ്റവും വലിയ നിരീശ്വരവാദി വായിച്ചാൽ പോലും തീർച്ചയായിട്ടും അവൻ അള്ളാഹുവിലേക്ക് എത്തുന്നതാണ്. പക്ഷെ നിയത്ത് അത് ശരിയായിരിക്കണം. ആരാണോ ബറാഹിൻ അഹമ്മദിയ വായിച്ചിരിക്കുന്നത് അവർ അള്ളാഹുലേക്ക് എത്തിയ പല സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നിരീശ്വരവാദികളായിട്ടുള്ള പല ജനങ്ങളും ഈ ഗ്രന്ഥം വായിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപേക്ഷിക്കുന്നത് ഇതാണ്, അവർ നല്ല നിയ്യത്തോടു കൂടി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ദുആ ചെയ്തുകൊണ്ട് ഈ ബറാഹിൻ അഹമ്മദിയ 5-ാം ഭാഗത്തെ വായിക്കുക. ഖലീഫത്തുൽ മസീഹ് അൽ ഖാമിസ് അയ്യുല്ലാഹു തആല അൽ അസീസ് നിൻ്റെ വിർച്വൽസ് മീറ്റിങ്ങുകൾ അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചും പറയുന്ന ആ ഒരു മുലാഖാത്തുകൾ അത് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയിൽ അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വെളിച്ചം ഇറക്കുന്നതായിരിക്കും. ജസാക്കുമുല്ലാഹു വസ്സൽ ജസാ. ഒരു ടെലിഫോൺ കോളർ ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെടുന്നു. ബംഗ്ലാദേശിൽ നിന്ന് ബഹുമാനപ്പെട്ട ആരിഫുസ്സമാൻ സാഹിബ് നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും ആരിഫുസ്സമാൻ സാഹിബ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യം ഞാൻ പറയാനിരിക്കുന്നത് ഹുസൂർ തിരുമനസിൻ്റെ സൗദത്തിൽ ഞാൻ അസ്സലാമു അലൈക്കും പറയുകയാണ്. ഹദ്റത്ത് മസീഹ് ഇസ്ലാം 23 വർഷങ്ങൾക്ക് ശേഷമാണ് 5-ാമത്തെ ഭാഗം ബറാഹിൻ അഹമ്മദിയ എഴുതിയപ്പെട്ടത്. ഇത്ര കാലഘട്ടത്തിൻ്റെ ഗ്യാപ്പ് എന്തുകൊണ്ടാണ് ബറാഹിൻ അഹമ്മദിയ 5-ാം ഭാഗം എഴുതാൻ വേണ്ടി വന്നത്? ജസാക്കുമുള്ള ഹമീദ് കോസാമിനോട് ഞാൻ അപേക്ഷിക്കുന്നു. ഹദർ മസീഹ് ഇസ്ലാം ബറാഹിൻ അഹമ്മദിയ എഴുതപ്പെട്ടത് 1880 തുടങ്ങിയത്. 1881 4-ാമത്തെ ഭാഗം
1884 എഴുതപ്പെട്ടത്. 1980 മുതൽ 84 വരെ 4 ഭാഗങ്ങൾ എഴുതപ്പെട്ടു. പിന്നെ അവിടുന്ന് ആഗ്രഹിക്കുകയുണ്ടായി അള്ളാഹു ഈ ഭാഗത്ത് നിന്ന് ഹുസൂർ തിരുമനസിൻ്റെ ശ്രദ്ധ മാറ്റുകയുണ്ടായി. കാരണം മറ്റു ചില ഗ്രന്ഥങ്ങൾ എഴുതപ്പെടേണ്ടതായിരുന്നു. അങ്ങനെ അവിടുന്ന് മസീഹ് മൗദ് മഹദി മൗദ് എന്നുള്ള വലിയ സ്ഥാനം അവിടുന്ന് നൽകുകയുണ്ടായി. ലോകത്തിൻ്റെ ആ ഒരു അവസ്ഥ ആ കാര്യത്തിലേക്ക്, അതിൻ്റെ ഇസ്ലാഹിലേക്ക് അവിടുന്ന് തിരികുകയുണ്ടായി. അള്ളാഹു ഹുസൂർ തിരുമനസിൻ്റെ ശ്രദ്ധ മറ്റുള്ള ഗ്രന്ഥങ്ങളിലേക്ക് തിരിക്കുകയുണ്ടായി. അവിടുന്ന് ആ ഗ്രന്ഥങ്ങൾ എഴുതുകയുണ്ടായി. അവസാനത്തെ ഭാഗം 1905 ഇബ്രാഹിം നബി 5-ാം ഭാഗം എഴുതിയത്. 21 വർഷത്തിൻ്റെ ശേഷമാണ് അവിടുന്ന് ഈ ഗ്രന്ഥം 5-ാം ഭാഗം എഴുതിയത്. ഇതിനിടയിൽ ഏകദേശം 80 ഗ്രന്ഥങ്ങൾ അവിടുന്ന് എഴുതുകയുണ്ടായി. ഏകദേശം ആ എല്ലാ ബറാഹിനി അഹമ്മദിയ 4 ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ വിശദീകരണമാണ് മറ്റുള്ള ഗ്രന്ഥങ്ങളുള്ളത്. പല വിഷയങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ്റെയും ഇസ്ലാമിൻ്റെയും സത്യതയെ സംബന്ധിച്ചാണ് അവിടുന്ന് മറ്റ് ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുള്ളത്. 1905 പിന്നെ ഈ ഒരു ബറാഹിനി അഹമ്മദിയ പൂർത്തിയാക്കുകയുണ്ടായി 5-ാമത്തെ ഭാഗം എഴുതിക്കൊണ്ട്. അങ്ങനെ ഇതിൻ്റെ 5 ഭാഗങ്ങളാണ് ഈ ബറാഹിനി അഹമ്മദിയക്കുള്ളത്. കാര്യം ഇതാണ്, അത് മുസ്ലിം ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യം, ഇതിൻ്റെ കാരണം പറയുകയുണ്ടായി 5-ാം ഭാഗത്തിൽ തന്നെ. ബറാഹിനി അഹമ്മദിയൻ അവിടുന്ന് പറയുകയുണ്ടായി, എൻ്റെ ഒരു കാര്യം അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടാകുമ്പോഴാണ് ഞാനൊരു കാര്യം ചെയ്യുന്നത്. എന്നോട് അള്ളാഹു എനിക്ക് വേറെ ചില ജോലികൾ അതിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിക്കുകയുണ്ടായി. ഞാൻ ആ ജോലിയിൽ വ്യാപൃതനാവുകയുണ്ടായി. അതിനുശേഷം ഞാനിപ്പോൾ ഇതിന് 5-ാമത്തെ ഭാഗം എഴുതുകയാണ് എന്ന്. ഇതിലും ആ എല്ലാ വഹി ഇൽഹാമിനെ സംബന്ധിച്ച് തന്നെയാണ് ഇവിടെ ഈ ഹസ്രത്ത് മുസ്ലിം ഇസ്ലാം ഇതിൽ വിവരിച്ചിരിക്കുന്നത്. 4-ാം ഭാഗത്ത് വരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ വിശദീകരണം 5-ാമത്തെ ഭാഗത്തിൽ നൽകിയിരിക്കുന്നു. അങ്ങനെ ഈ ഗ്രന്ഥത്തെ പൂർത്തിയാക്കിയിരിക്കുന്നു. നമ്മുടെ സുഹൃത്ത് 23 വർഷത്തിൻ്റെ ഗ്യാപ്പ് പറയുന്നു. ഈ ജനങ്ങൾ, അതായത് അള്ളാഹുവിൻ്റെ നബിമാർ, അവർ എന്ത് ജോലി ചെയ്യുന്നു? അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമായിരിക്കുന്നു. ഇന്ന് വിശുദ്ധ ഖുർആൻ നോക്കുക, 23 വർഷത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത്. അള്ളാഹു ഒറ്റയടിക്കുമ്പോൾ ഇറക്കാൻ അള്ളാഹുവിന് കഴിവുണ്ടാവലാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ ഹിക്മത്തായിരുന്നു 23 വർഷത്തിൻ്റെ കാലഘട്ടത്തിൽ ഇടയിൽ കുറച്ചായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. കുറച്ച് കാര്യങ്ങൾ മക്കയിലും കുറച്ച് ആയത്തുകൾ മദീനയിലും, ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത്. അതുപോലെ തന്നെ ബറാഹിനി അഹമ്മദിയം അങ്ങനെയാണ്. ബറാഹിനി അഹമ്മദിയം അള്ളാഹുവിൻ്റെ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഇങ്ങനെ എഴുതാൻ തൗഫീഖ് നൽകുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ പല ഉപകാരങ്ങളും ഉണ്ടാകുകയുണ്ടായി. ഇതിങ്ങനെ കാലഘട്ടത്തിന് ശേഷം എഴുതിയതിന് കാരണം അത് വിവരിക്കാനുള്ള ഇവിടെ സമയമില്ല, അതുകൊണ്ട് വിവരിക്കുന്നില്ല. പ്രേക്ഷകരിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അതിലൊരു ചോദ്യം ജർമ്മനിയിൽ നിന്ന് ഗുലാം ഫാറൂഖ് അഹമ്മദ് സാഹിബിൻ്റെ ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം എഴുതുന്നു, ഹുസൂർ അയ്യാഹു ബിൻ അൽ അസീസിൻ്റെ ജുമാ ഖുതുബയിൽ മസ്ജിദ് സിറാറിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. സിറാറിൻ്റെ അർത്ഥം എന്താണ്? ഈ പള്ളിക്ക് സിറാർ എന്ന് വെച്ചത് എന്തുകൊണ്ടാണ്? അത്താൽ മുജീബ് ലോൺ സാഹിബിനോടാണ് എൻ്റെ ഈ ചോദ്യം. ജസാക്കുമുല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുസൂർ അൻവർ അല്ലാഹു ബിൻ അൽ അസീസിൻ്റെ നൽകിയ ഖുതുബ, ആ ഖുതുബകളിൽ തബൂഗീദത്തെക്കുറിച്ചുള്ള പരാമർശം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഹുസൂർ തിരുമനസ് നൽകിയ ഖുതുബയിൽ ഈ പള്ളിയെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്. ഇത് വാസ്തവത്തിൽ ഖുബ എന്ന സ്ഥലത്തുള്ള ഒരു പള്ളിയാണ്. മുനാഫിഖുകൾ ആണ് ഈ പള്ളി നിർമ്മിച്ചത്. ഹുസൂർ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ അതിൽ പള്ളി നമസ്കരിക്കാൻ വേണ്ടി ഹുസൂറിനെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. അതിൽ നമസ്കരിക്കുന്ന ഹുസൂർ, എന്നാൽ ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിന് തിരിച്ചു വന്നപ്പോൾ മദീനയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് വഹി ലഭിക്കുകയുണ്ടായി. വല്ലസീന തഖ്സൂ മസ്ജിദൻ സിറാറൻ വകുഫറൻ വതഫ്രീഖൻ ബൈനന്നാസ്. ഈ മസ്ജിദുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ വഹി ഇറങ്ങുകയുണ്ടായി.
അതായത് മസ്ജിദിനെ ക്ലേശമുണ്ടാക്കുന്നതിനുള്ള മാർഗം. സറ എന്ന പദം സറിൽ നിന്നുണ്ടായതാണ്. ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനാണ്, ഉപദ്രവിക്കുന്നതിനാണ്, ഫിത്ന ഫസാദ് ഉണ്ടാക്കുന്നതിനാണ്, കുഫ്ർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്, മുഅ്മിനീങ്ങളുടെ ഇടയിൽ ഛിദ്രത ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഉസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ലഭിച്ചപ്പോൾ അത് തകർത്ത് കളയാൻ വേണ്ടിയിട്ട് ഉസൂർ കൽപ്പന പുറപ്പെടുവിച്ചു. അതിനെ സംബന്ധിച്ച് ഉസൂർ ഖുതുബയിൽ പറഞ്ഞത്, ചുരുക്കി പറഞ്ഞാൽ ഈ പള്ളി അത് മുനാഫികളെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെന്തൊക്കെ ആസൂത്രണ പദ്ധതികൾ, ഗൂഢപദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢപദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. ഈ പള്ളിയും വാസ്തവത്തിൽ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. മുസ്ലിങ്ങൾക്കെതിരിൽ പല ഗൂഢപദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് കൽപ്പന നൽകിയത്. അതുകൊണ്ടാണ് ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പദത്തിൻ്റെ സാദൃശ്യം കാരണം ഈ പള്ളി സിറാർ എന്ന പേരിൽ പ്രസിദ്ധമായി. സിറാർ എന്നതിൻ്റെ പദത്തിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞതുപോലെ അത് ഉപദ്രവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഫിത്ന ഫസാദ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു പള്ളി നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് ആ പള്ളിയെ അതുകൊണ്ട് മസ്ജിദ് സിറാർ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നു. ജസാക്കുമുല്ലാഹ് ഹസനുൽ ജസാ. പ്രോഗ്രാമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് എൻ്റെ അടുത്ത ചോദ്യം മുജീബ് ലോൺ സാഹിബിനോടാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിന് ഇൽഹാമുണ്ടായി. അഫത്തിദ്ദിയാറു മഹല്ലുഹ വ മഖാമുഹ, അതായത് താൽക്കാലിക നിവാസ കേന്ദ്രങ്ങളും അതുപോലെ സ്ഥിര നിവാസ കേന്ദ്രങ്ങളും. ഈ ഇൽഹാം വാസ്തവത്തിൽ ഒരു അറബി കവിയുടെ, ലബീബ് എന്നറിയപ്പെടുന്ന ഒരു അറബി സഹാബിയുടെ ഒരു പദ്യത്തിൻ്റെ ഭാഗമാണ്. ചില ആക്ഷേപകരിൽ നിന്ന് ആക്ഷേപം വരുന്നത് അത് ഏതെങ്കിലും നബിക്ക് ഇങ്ങനെ ഒരു പൗരാണിക കവിയുടെ കവിത ഇൽഹാമായി ലഭിച്ചതായിട്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കുമോ? അങ്ങനെ ഇൽഹാം ലഭിച്ചിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ മറുപടി എന്താണ്? ഈ ആക്ഷേപത്തിന് എന്ത് മറുപടിയാണ് ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയത്? ജസാക്കുമുല്ലാ. വാസ്തവം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ദൈവനിയോഗിതൻ ലോകത്ത് വരുമ്പോഴൊക്കെ അതിൻ്റെ അവരുടെ എതിരാളികൾ അവർ പല ആക്ഷേപങ്ങളും ഉന്നയിക്കാറുണ്ട്, പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇതുവരെ എന്നാൽ അദ്ദേഹത്തിൻ്റെ വെളിപാടുകളെ സംബന്ധിച്ചും പല ആരോപണങ്ങളും ഉന്നയിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മേലും വഹി ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ആ വഹിയെ സംബന്ധിച്ച് എതിരാളികൾ ആക്ഷേപം ഉന്നയിക്കാറുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, കുഫാരിങ്ങളെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവി, ഷായിർ, ബൽഹുവ ഷായിർ എന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ അത് മുക്കഫ, മുസജ്ജ അങ്ങനത്തെ ഇൽഹാമുകളും ഉണ്ട്. അത് അവരുടെ ഷാറുമായിട്ട് സാദൃശ്യമുള്ള കവിതകളുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കവിയാണ്. അതുപോലെ നമ്മൾ കവിതകൾ രചിക്കുന്നത് പോലെയാണ് ആയത്തുകൾ രചിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ആരോപണം ഉന്നയിക്കുക എന്നുള്ള എതിരാളികളുടെ സ്വഭാവത്തിലുള്ളൊരു കാര്യമാണ്. ശൈത്താൻ അവരെ അതിനായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ അവൻ്റെ ഇൽഹാമിനെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ പ്രവചനങ്ങളെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ സംബന്ധിച്ച് അവർ ആക്ഷേപം ഉന്നയിച്ചു കൊണ്ടിരിക്കും. ഇത് സുന്നത്താണ്. അതുപോലെ തന്നെ അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ മേലും ഒരുപാട് ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളെ സംബന്ധിച്ച്, അടയാളങ്ങളെ സംബന്ധിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ആരോപണമാണ് താങ്കളുടെ ചോദ്യം. അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ 1904 അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിന് ഇൽഹാമൻ അള്ളാഹു അദ്ദേഹത്തിന് ഇറക്കിക്കൊടുത്തു. അഫത്തിദ്ദയാറു മഹല്ലുഹ വ മഖാമുഹ, അതായത് വീടുകൾ വിജനമായി തീരും എന്ന്. അത് താൽക്കാലിക നിവാസമുള്ള സ്ഥിര താമസമുള്ള സ്ഥലങ്ങളും. ഇതിൽ മുസ്ലിം സദസ്സനം പറഞ്ഞാൽ അതായത് രാജ്യത്തോറും ഭയങ്കരമായൊരു നാശം വരും. അതിൽ ഭവനങ്ങൾ വിജനമായി തീരും. ഇതിലൊരു കശ്ഫും ഹുസൂർ പറയുകയുണ്ടായി. 1905 ആ കശ്ഫിനെ സംബന്ധിച്ച് ഞാൻ കാണുകയുണ്ടായി. വളരെ വേദനാജനകമായ മരണങ്ങൾ ഞാൻ കാണുന്നു. അത് ഇൽഹാമുണ്ടായി, മോത്തി എന്ന് വരുന്നത് മരണം തന്നെ. ഈ ഇൽഹാമുകൾ
ഈ ഇൽഹാമുകളിൽ വാസ്തവത്തിൽ അള്ളാഹു വളരെ ഭയാനകമായ ഒരു നാശത്തെ സംബന്ധിച്ചുള്ള സൂചനയാണ് ആ വെളിപാടുകൾ നൽകിയിരിക്കുന്നത്. അവിടുന്ന് ഈ വെളിപാടുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഈ നാശമുണ്ടാകുന്ന പ്രവചനം നടത്തി. ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഇൽഹാമിന് ശേഷം അള്ളാഹു നൽകിയ ജ്ഞാനം അതിൻ്റെ ഫലമായിട്ട് ഒരു മഹത്തായ നാശം ലോകത്ത് ഉണ്ടാവുകയുണ്ടായി. പ്രത്യേകിച്ച് ഇന്ത്യയിൽ 1905 ഒരു ഭയങ്കരമായ ഭൂകമ്പം, കാങ്കട ഭൂകമ്പം ഉണ്ടാവുകയുണ്ടായി. അതിൽ നിന്നെക്കുറിച്ച് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കാൻ നമുക്ക് മനസ്സിലാവും അത് എത്രമാത്രം ഭയങ്കരമായ ഒരു ഭൂകമ്പമായിരുന്നു എന്ന്. ചരിത്രത്തിൽ പറയുന്നത് 25,000-ലധികം പേർ അതിൽ മരിച്ചു എന്നാണ് പറയുന്നത്. ലക്ഷക്കണക്കിന് വീടുകൾ തകർന്നു, ചില നഗരങ്ങൾ തന്നെ ഇല്ലാണ്ടായിത്തീർന്നു എന്നാണ് പറയപ്പെടുന്നത്. ഭൂമുഖത്ത് നിന്ന് അത് തുടച്ചു മാറ്റപ്പെട്ടു. സർക്കാർ ഭവനങ്ങൾ, സർക്കാർ നിലയങ്ങൾ തന്നെ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പോലും നശിച്ചുപോയി. ഇങ്ങനെ അള്ളാഹു അദൃശ്യത്തിൽ നിന്ന് ഈ വാർത്ത നൽകുകയുണ്ടായി. അങ്ങനെ ഈ പ്രവചനം അത് ഈ കവിതയിലും മറ്റു ചില വെളിപാടുകളിലും പറഞ്ഞു കൊടുത്തത് അത് പൂർത്തിയാവുകയുണ്ടായി. എന്നാൽ എതിരാളികൾ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ, അത് എതിരാളികളുടെ ശീലമാണ്. അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കും. അവർ ഉന്നയിച്ച ഒരു ആരോപണം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ലബീദിൻ്റെ ഒരു കവിതയാണല്ലോ, ഇത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം ഇൽഹാമാക്കിയായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ലബീദായിരുന്നു ഇത് സംബന്ധിച്ച് ഞാൻ പറയുകയാണ്. ലബീദ് അത് സഹാബിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് ഒരു മഹാനായ ഒരു സഹാബിയായിരുന്നു, ഒരു കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്ന് സഭാമൂലകം എന്നറിയപ്പെടുന്ന 7 കവിതകൾ വളരെ പ്രസിദ്ധമായിരുന്നു. കാബാലയത്തിൽ അത് തൂക്കിയിട്ടിരുന്നു. അതിലൊരു കസീദ അത് ലബീദിൻ്റെ ഒരു കസീദയായിരുന്നു. അതിൽപ്പെട്ടൊരു കസീദ ലബീദിൻ്റെതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ ഈ ഒരു കവിതാശാലങ്ങളുണ്ടായി. ഈ കവിതയെ സംബന്ധിച്ച് ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപം, അതായത് അദ്ദേഹം ആ ലൈൻ എടുത്തുകൊണ്ട് തന്നെ ഇൽഹാമായി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ വാക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ഈ കാര്യം മുന്നോട്ട് പറയുന്നതായിരിക്കും. മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം പറയുന്നു, ഇതും അള്ളാഹുവിൻ്റെ മേലുള്ള ഒരു ആക്രമണമാണ്. അവൻ എല്ലാ ലബീദാണെങ്കിലും മറ്റാരാണെങ്കിലും എല്ലാത്തിനും അവൻ അവകാശിയാണ്. അത് അവൻ്റെ തൗഫീഖ് കൊണ്ടാണ് ഷെയർ ഉണ്ടാവുന്നത്. അവൻ ഒരാളുടെ കലാമിനെ എടുത്തുകൊണ്ട് ഒരു ഇൽഹാം നൽകിയാൽ തന്നെ അതിൽ യാതൊരു ആക്ഷേപത്തിനും വകയില്ല. പറയുന്നു, അള്ളാഹു അദ്ദേഹത്തിന് ലബീദിൻ്റെ കലാമിന് വചനങ്ങൾക്ക് അഭിമാനം നൽകിയിരിക്കുന്നു. അവസാന കാലത്ത് ഒരു പ്രവചനം ഉണ്ടായിരുന്നു, അതായത് ഇങ്ങനെയുള്ള ഒരു രാജ്യം നശിപ്പിക്കുന്ന രീതിയിലുള്ള നാശങ്ങളുണ്ടാകും. അതുകൊണ്ട് ഈ കവിതകളിലൂടെ അള്ളാഹു അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഇതൊരു അജ്ഞതയാണ്. ഒരു മുസ്ലിമിൻ്റെ വായിൽ നിന്ന് വന്ന അത് വഹിയിൽ ഉൾപ്പെട്ടു എന്നുള്ളത്, ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്നത് അതൊരു അജ്ഞതയാണ്. മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ഒരു കവിത ലബീദ് അവതരിപ്പിച്ച കവിത അതിൻ്റെ ഉടമസ്ഥനും അള്ളാഹു തന്നെയായിരുന്നു. ആ അള്ളാഹു തന്നെയാണ് എനിക്കും അത് ഇൽഹാമായി അറിയിച്ചു തന്നതും. പിന്നീട് ഹുസൂർ ചില ഉദാഹരണങ്ങൾ സംബന്ധിച്ച് പറയുകയുണ്ടായിരുന്നു. ഇതിന് തവാറുദ് എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ വാക്കുകൾ അത് വഹിയുടെ വാക്കുകളുമായി ചേരുക എന്നുള്ളത്. ഇത് സാധ്യമുള്ള സംഗതിയാണ്. ഇങ്ങനെ സംഭവിക്കാം. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം ഇതിന് ഉദാഹരണമായി പറഞ്ഞത് അബ്ദുല്ലാ ബിൻ അബി സർഹ, അദ്ദേഹം കാത്തിബെ വഹിയായിരുന്നു, എഴുതിക്കൊണ്ടിരുന്ന ആളായിരുന്നു. ഇൽഹാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇൽഹാമുകൾ എഴുതിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വായിൽ നിന്നും അതും വഹീൻ്റെ ഭാഗമായിരുന്നു. അതിൻ്റെ മേലെയും ആരോപണം ഉന്നയിക്കപ്പെടുമല്ലോ. ഇതിൻ്റെ ഒരു വിശദീകരണം ഞാൻ അല്പം പറയാം. ഹുസൂർ അയ്യൻവർ തലബിൻ അസീദ് ഖുത്ബാത്ത് നൽകിയ ഖുത്ബയിൽ അതിനെ കുറിച്ച് പരാമർശമുണ്ട്. അതിൻ്റെ ചുരുക്കം ഇതാണ്. അദ്ദേഹം വഹി എഴുതിക്കൊണ്ടിരുന്ന ആളായിരുന്നു അബ്ദുല്ലാ ബിൻ അബി സറ. സൂറത്തുൽ മുഅ്മിനൂൻ്റെ വചനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിപ്പിച്ചു. ആ ആയത്ത് എഴുതിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിലെത്തി സുമ്മ അൻശഅനാ ഖൽഖൻ ആഖറ. ഇത് ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് അറിയാതെ വന്ന തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അദ്ദേഹത്തോട് പറഞ്ഞു, ഇതും വഹിൻ്റെ ഭാഗമാണ്, അതും എഴുതിക്കൊള്ളുക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് അഹങ്കാരമായി, അത് എൻ്റെ വാക്കുകളും വഹിയായി തീരുമോ? വാസ്തവത്തിൽ വഹിൻ്റെ വാക്കുകൾ തന്നെയായിരുന്നു. അതിനൊരു അതിനൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അള്ളാഹു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും ആ വാക്കുകൾ കൊണ്ടുവരികയാണെങ്കിൽ ഇതിൽ നിന്ന് അദ്ദേഹത്തിന് ചുവടുകൾ പ്രയോഗിച്ചു. അങ്ങനെ അദ്ദേഹം മുർത്തദ്ദായി. പിന്നീട് മക്ക വിജയത്തിന് ശേഷമാണ് അദ്ദേഹം ഇസ്ലാമിൽ തിരിച്ചു വരുന്നത്, ബയ്യത്ത് ചെയ്യുന്നത്. മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം ഇത് സംബന്ധമായിട്ട് ഈ പറഞ്ഞത്, ഒരു മുർത്തദിൻ്റെ വചനങ്ങളിൽ വഹീനുമായി ബന്ധപ്പെടുത്തി പറയാമെങ്കിൽ പിന്നെ ഒരു മുസ്ലിം ഒരു സഹാബിയുടെ അദ്ദേഹത്തിൻ്റെ വചനങ്ങൾക്ക് ഇൽഹാമുമായി ബന്ധപ്പെടുന്നതിന് എന്താണ് കുഴപ്പം? പിന്നെ ഹുസൂർ തിരുമേനി ഹുസൂർ സല്ലല്ലാഹു അലൈഹി സ്വല്ലത്തു വസ്സലാം ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കലാമിനെ സംബന്ധിച്ചും പറയുകയുണ്ടായി. അതായത് അദ്ദേഹത്തിൻ്റെ ചിന്ത, അദ്ദേഹത്തിൻ്റെ അതനുസരിച്ചിട്ടായിരുന്നു ഇൽഹാമുകൾ നൽകാറുണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞു. ചരിത്രകാരന്മാർ അദ്ദേഹത്തിന് മുവാഫിഖാത്തിന് ഉമർ ഒരുപാട് സംഭവങ്ങൾ, അത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചിന്തകൾക്ക് അനുസരിച്ചിട്ടുള്ള ഇൽഹാമുകൾ ഇറങ്ങിയതായിട്ട് നമുക്ക് കാണിക്കണം. അതനുസരിച്ച് ഇൽഹാമുകൾ ഇറങ്ങിയായിട്ട് നമുക്ക് അസ്വാജ മുത്തഹറാത്ത് പ്രവാചക ഭക്തിമാർ മുസ്ലിങ്ങൾ അവർ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പർദ്ദയുടെ ഇതുണ്ടായിരുന്നില്ല. നസർ ഉമർ ഈ അവസ്ഥ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, പ്രവാചക ഭക്തിമാർക്ക് വേണ്ടി പർദ്ദ ഉണ്ടായിരിക്കണം. മുഅ്മിനീങ്ങൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അത് ശരിയായി തോന്നുന്നില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മുമ്പിൽ ഉമർ റളിയല്ലാഹു അൻഹു അവതരിപ്പിച്ചപ്പോൾ അതനുസരിച്ചിട്ട് അള്ളാഹു ദൈവവചനം ഇറക്കുകയുണ്ടായി. ഖുർആൻ്റെ ആയതിന് ഫസഅലൂഹുന്ന മിൻ വറാഹിം, അവരെന്തെങ്കിലും കാര്യം ചോദിക്കാനുണ്ടെങ്കിൽ ഒരു പർദ്ദയ്ക്ക് പിന്നിലിരുന്നു കൊണ്ട് കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. പിന്നെ മഖാമ ഇബ്രാഹിമിനെ സംബന്ധിച്ച് അത് ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് വളരെ പരിശുദ്ധമായ സ്ഥലമാണ്, അവിടെ നമ്മൾ നമസ്കരിക്കേണ്ടതുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന അപ്പോൾ ഇറങ്ങുകയുണ്ടായി, വത്തഖ്സൂ മിൻ മഖാമ ഇബ്രാഹിം മുസല്ല, മഖാമ ഇബ്രാഹിമിനെ നിങ്ങൾ മുസല്ലയാക്കുക, നമസ്കരിക്കുന്ന സ്ഥലമാക്കുക, അവിടെ നമസ്കരിച്ചുകൊണ്ടിരിക്കുക, 2 റക്അത്ത് നമസ്കാരം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക എന്ന്. അങ്ങനെ അതുപോലെ തന്നെ മദ്യപാനത്തെ സംബന്ധിച്ചും വളരെ ഇഷ്ടമില്ലാത്ത സംഗതിയായിരുന്നു റസൂലുള്ളാഹിയുടെ കാലത്ത്. അപ്പോൾ അതനുസരിച്ച് പിന്നീട് ഇൽഹാം ഇറങ്ങുകയുണ്ടായി. ഹസ്രത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു വസ്സലാം ഹസ്രത്ത് ഉമറിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഹസ്രത്ത് ഉമറിൻ്റെ കലാമിനോട് വചനങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഇൽഹാം ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതും ആക്ഷേപിക്കപ്പെടുമോ? അപ്പോൾ ഇതാണ് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം പറയുകയുണ്ടായത്, അള്ളാഹു ആ പദങ്ങളെ തന്നെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ ഇറക്കുന്നു എന്നതിന് പല തെളിവുകളുമുണ്ട്. അപ്പോൾ ഇങ്ങനെ മറ്റു ഭാഷയിൽ, അറബി ഭാഷയിൽ ആ പദങ്ങൾ തന്നെ അവരോട് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ആ പദങ്ങൾ തന്നെ വിവിധ രൂപത്തിൽ, വഹീൻ്റെ രൂപത്തിൽ അള്ളാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അവതരിപ്പിക്കുകയാണെങ്കിൽ അതേ പ്രയോഗങ്ങൾ തന്നെ അത് വിശുദ്ധ ഖുർആനും പറയുന്നുണ്ട്. അതും ആക്ഷേപാർഹമായി തീരുമോ? അത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു വസ്സലാം വളരെ ചുരുക്കത്തിൽ പറയുകയുണ്ടായി, ദൈവവചനം മുമ്പേ ഇറങ്ങുന്നത് അത് മുമ്പേ നിലവിലുള്ള ഭാഷയിൽ നിന്നാണ് വരുന്നത്. അതിന് ഇത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കണം എന്നുള്ളത് ഒരിക്കലും യോജിച്ച ഭൂഷണമല്ല. അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തന്നെ ഒരു ഉദ്ധരണി അവസാനത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഹുസൂർ പറയുന്ന ഒരാളുടെ വചനങ്ങൾ ദൈവവചനവുമായിട്ട് വഹി എന്ന നിലയിൽ അതിൽ ഉൾപ്പെടുകയാണെങ്കിൽ അത് അത്ഭുതത്തിൻ്റെ ഒരു ഭാഗമായി തീരുന്നത്. ഈ വഹി തന്നെ അഫദ് യാദു മഹ്ലുഹ മഖാമ, അത് ലബീദിൻ്റെ വായിൽ നിന്ന് ഷെയറായി വന്നപ്പോൾ അത് മുജിസായിരുന്നല്ല. എന്നാൽ ഇത് വഹി എന്ന നിലയിൽ അത് വന്നപ്പോൾ എന്നാൽ മുജിസായി തീർന്നു. എന്നാൽ ലബീ ഒരു കഴിഞ്ഞകാല സംഭവം വിവരിച്ചത്, എന്നാൽ അത് മനുഷ്യന് സാധ്യമായ സംഗതി. എന്നാൽ ഇപ്പോൾ അള്ളാഹു ലബീദിൻ്റെ വചനങ്ങളിലൂടെ അത് വഹിയാക്കിക്കൊണ്ട് ഒരു മഹത്തായ സംഭവത്തെ, ഭാവിയിൽ വരാൻ പോകുന്ന സംഭവത്തെ, മനുഷ്യശക്തിക്ക് അതീതമായ സംഗതിത്തെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അത് ലബീദിലേക്ക് ചേർത്ത് പറഞ്ഞാൽ അത് മൂജിസാവില്ല. എന്നാൽ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുകയാണെങ്കിൽ അത് നിസ്സംശയം അത് മൂജിസ തന്നെയാണ്. വാസ്തവത്തിൽ ഇതാണ് സംഗതി. പദങ്ങൾ
പുതിയതായി തീരുക എന്നുള്ളത് വളരെ എന്നതല്ല പ്രധാനം, വിഷയം നല്ലതായി തീരുക എന്നുള്ളതാണ് അനിവാര്യമായിട്ടുള്ളത്. അതായത് ലബീദ് പറഞ്ഞത് മറ്റൊരു വിഷയമായിരുന്നു. എന്നാൽ ഇപ്പോൾ മസീഹ് വസ്സലാമിൻ്റെ ഇത് ഇൽഹാമായി ഇറങ്ങിയത് അത് വാസ്തവത്തിൽ അതിൻ്റെ പശ്ചാത്തലം മുതൽ മറ്റൊന്നാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു മഹത്തായ പ്രവചനം അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. ആ പ്രവചനം പൂർത്തിയാവുകയും ചെയ്യുകയും ഇത് തെളിയിക്കുന്നത് അള്ളാഹു തന്നെയാണ് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ മേലിൽ ഇൽഹാമായി ഇറക്കിയത് എന്നത്. ഇതിലൊരു കാര്യം തന്നെ നിശ്ചിതമായതില്ല. അത് മുമ്പുള്ള ഏതെങ്കിലും കവിതകൾ അത് അള്ളാഹുവിൻ്റെ ഇതിൽ ഇൽഹാം ഇറങ്ങാൻ പാടില്ലെന്നൊന്നുമില്ല. അടുത്ത ചോദ്യം ബഹുമാനപ്പെട്ട ഹമീദ് കോസ് സാബിനോടാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഭൂജലങ്ങളെ സംബന്ധിച്ച് പ്രവചനങ്ങൾ നടത്തിയപ്പോൾ ആക്ഷേപകർ ആക്ഷേപിക്കുകയുണ്ടായി, ശിക്ഷ വരും എന്നുള്ള കാര്യം അത് എപ്പോഴായിരിക്കും എങ്ങനെയായിരിക്കും എന്നെല്ലാം പറയാതിരുന്നത് ഇതൊരു പ്രവചനമല്ല, ഇതൊരു പരിഹാസം മാത്രമാണെന്ന് പറയുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ആക്ഷേപത്തിന് എന്തൊരു ഉത്തരമാണ് നൽകിയത്? ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ആക്ഷേപത്തിന് ഉത്തരം നൽകുകയുണ്ടായി, ഭൂചലനം സംഭവിക്കും, ഞാൻ ഇതിന് സംബന്ധമായിട്ട് പ്രവചനം നൽകിയിരിക്കുകയുണ്ടായി. അതിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും അവിടുന്ന് പറയുകയുണ്ടായി. 1 ജൂൺ 1904 എനിക്ക് ഇൽഹാം അറിയുകയുണ്ടായി, ആഫത്ത് ദിയാരി മഹല്ലുഹ മഖാമുഹ. ഇത് 11 മാസങ്ങൾക്ക് മുന്നേ, അതായത് ഭൂചലനത്തിന് മുന്നേ 11 മാസങ്ങൾക്ക് മുന്നാണ് ഇത് കേൾപ്പിച്ചത്. അള്ളാഹു പറയുകയുണ്ടായി, അതോടൊപ്പം തന്നെ ഇന്നി ഹാഫിദു കുല്ല മൻ ഫിദ്ദാർ, ആരൊക്കെയാണോ നിൻ്റെ ആത്മീയവും അതുപോലെ തന്നെ ഭൗതികപരമായിട്ടുള്ള നിൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഉള്ളത് അള്ളാഹു അവനെ സംരക്ഷിക്കുന്നതാണ്. അപ്പം ഇതിനേക്കാൾ വ്യക്തമായിട്ടുള്ള പ്രവചനം എന്തായിരിക്കും? പക്ഷെ ചിന്തിക്കുന്നവർ അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നു, ആർക്കാണോ നിരാകരിക്കേണ്ടത് അവർ നിരാകരിക്കുകയുണ്ടായി. അടുത്ത കാര്യം ഇതിങ്ങനെ സംഭവിക്കുകയുണ്ടായി. 14 മാസങ്ങൾക്ക് ശേഷം 4 ഏപ്രിൽ 1905 രാവിലെ 6 മണിക്ക് ഈ ഭൂചലനം സംഭവിക്കുകയുണ്ടായി. ഇത് കാങ്കടയിൽ ഇന്ന് പോയി നോക്കുക, ആ ഭൂചലനം സംഭവിച്ച സ്ഥലത്ത് അതിൻ്റെ ഭാഗങ്ങൾ, അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട്. 11 മാസം വരെ പറയുകയുണ്ടായി, അള്ളാഹു എനിക്ക് ഈ ഒരു കൽപ്പന നൽകിയിരിക്കുന്നു, ഈ ഒരു വാർത്ത നൽകിയിരിക്കുന്നു എന്ന്. തൗബ ചെയ്യുക എന്നൊന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇവർ അതിനെ പരിഹസിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ചിലവർ അതിൽ നിന്ന് ഉപകാരമെടുക്കുകയുണ്ടായി, അങ്ങനെ ജമാഅത്തിൽ പ്രവേശിക്കുകയുണ്ടായി, അവർ തൗബ ചെയ്യുകയുണ്ടായി. ഇതിൻ്റെ മറ്റു ചില വിശദീകരണങ്ങളുമുണ്ട്. ഹസ്രത്ത് മസീഹ് വസ്സലാമിൻ്റെ ഈ എല്ലാ ഇൽഹാമുകളും വായിക്കുമ്പോൾ ഹുസൂർ തിരുമനസിൻ്റെ ഭൂചലനത്തിൻ്റെ കൊണ്ട് വലിയ നഷ്ടങ്ങളും അതുപോലെ തന്നെ വലിയ യുദ്ധങ്ങളുമായിട്ടും അതിനർത്ഥം നൽകുകയുണ്ടായി. അവിടുന്ന് അതിലേക്ക് സൂചിപ്പിക്കുകയുണ്ടായി, ഈ ലോകത്ത് 5 വലിയ ദുരന്തങ്ങൾ വരുന്നതാണ്. നിങ്ങൾ തൗബ ചെയ്യുന്നില്ലെങ്കിൽ, അള്ളാഹുലേക്ക് തിരിയുന്നില്ലെങ്കിൽ അത് സംഭവിക്കുന്നതാണ്. ഹസ്രത്ത് മസീഹ് വസ്സലാം തൻ്റെ ഒരു കവിതയിൽ പറയുന്നു, അവൻ 5 പ്രാവശ്യം അവൻ്റെ പ്രതാപം കാണിക്കുന്നതാണ്. ഇത് അള്ളാഹുവിൻ്റെ വാക്കുകളാണ്, ഇത് മനസ്സിലാക്കിക്കൊള്ളുക. ഇനി അള്ളാഹു അവൻ്റെ ഏതുപോലെ എല്ലാവരും അതിൽ അകപ്പെടുന്നതാണ്. ഇത് തീയാണ്, ഈ തീയിൽ നിന്ന് രക്ഷപ്പെടുന്നവർ അള്ളാഹുവിനെ ഭയക്കുന്നവർ മാത്രമായിരിക്കുമെന്ന് ഒരു കവിതയിൽ ഈ ബറാഹിൻ അഹമ്മദി എന്നുള്ള ഗ്രന്ഥത്തിൽ തന്നെ അവിടുന്ന് പറയുകയുണ്ടായി. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, ഇതിൽ കാങ്കടയിൽ നടന്ന ഒരു ഭൂചലനം, അതുപോലെ തന്നെ മറ്റു ചില അപകടങ്ങളും വരാൻ പോകുന്നുവെന്ന്. ഈ കാലഘട്ടത്തിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് നസറല്ലാഹു നസ്റൻ അസീസ പല വർഷങ്ങളായിട്ട് ലോകത്തിന് ഈ അപകടങ്ങളെ സംബന്ധിച്ച്, നാശങ്ങളെ സംബന്ധിച്ച്
അവർക്ക് ബോധവൽക്കരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൗബ ചെയ്യുക, തെറ്റുകളിൽ നിന്ന് പിന്മാറുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ തിരിച്ചറിയുക, അള്ളാഹുവിൻ്റെ മസീനെ തിരിച്ചറിയുക, ജമാഅത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ 5 അപകടങ്ങൾ, ദുരന്തങ്ങളെ ഹുസൂർ തിരുമേനി പറയുകയുണ്ടായി. ആദ്യത്തെ ദുരന്തം ലോകം കാണുകയുണ്ടായി. 1914 തുടങ്ങിയ യുദ്ധം 1918 ആദ്യത്തെ ലോക മഹായുദ്ധം, ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കുകയുണ്ടായി. പിന്നെ 2ാമത്തെ മഹാലോകം, അതിലും ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിക്കുകയുണ്ടായി. ഇനി 3ാമത്തെ മഹാലോക യുദ്ധത്തിൻ്റെ വക്കിലാണ് നാം നിൽക്കുന്നത്. ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം ഈ മഹാലോക യുദ്ധത്തെ സംബന്ധിച്ച് പല രീതിയിൽ പല വാക്കുകൾ പറഞ്ഞു വരികയുണ്ടായി. പ്രവചനങ്ങൾ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിക്കൊണ്ടിരിക്കണം പറയുകയില്ല, പക്ഷെ ചില കാര്യങ്ങൾ മറച്ചു വെക്കാറുണ്ട്. കാരണം ജനങ്ങളുടെ പരീക്ഷണം അതിൽ നടത്താൻ വേണ്ടിയിട്ട്. എല്ലാ കാര്യങ്ങളും തുറന്നു കഴിഞ്ഞാൽ അതിൽ പരീക്ഷണത്തിൻ്റെ ഭാഗമുണ്ടാകുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ശിക്ഷകളെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ, അതിൽ ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് അള്ളാഹു. അതുപോലെ തന്നെ ആരൊക്കെയാണ് ദുആ ചെയ്യുന്നത്, ആരൊക്കെയാണ് തൗബ ചെയ്യുന്നത്, അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അള്ളാഹു തുറന്നു വെച്ചിരിക്കുന്നു. അപ്പം ഇന്ന് ഇവർ പറയുന്ന പോലെ ഭൂജനങ്ങളെ സംബന്ധിച്ച് ഹുസൂർ തിരുമേനി ഒന്നും പറഞ്ഞില്ല എന്നിവിടെ പറയുന്നു. ഹുസൂർ തിരുമേനി പറയുകയുണ്ടായി, ഈ കാര്യത്തെ സംബന്ധിച്ച് തന്നെ ഹഖീഖത്തുൽ വഹീലും അവിടുന്ന് വിരിക്കുകയുണ്ടായി. അവിടുന്ന് പറയുന്നു, ഈ അപകടങ്ങളെ ദുരന്തങ്ങളെ സംബന്ധിച്ച്, അല്ലയോ യൂറോപ്പ് നീയും സമാധാനത്തിലല്ല, അല്ലയോ ഏഷ്യ നീയും സംരക്ഷണത്തിലല്ല, അല്ലയോ ദ്വീപുകളിൽ താമസിക്കുന്നവരെ നിങ്ങളുടെ ദൈവങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുകയില്ല. ഞാൻ പട്ടണങ്ങളെ നിലംപതിച്ചതായി കാണുന്നു. ആദ്യത്തെ ലോക മഹാലോകത്തിന് സംഭവിക്കേണ്ട 2ാമത്തെ മഹാലോകത്തിലും യുദ്ധത്തിന് നാം കാണുകയുണ്ടായി. ഹിരോഷിമയിലും നാം കാണുകയുണ്ടായി. അത് ചിന്തിച്ചുകൊണ്ട് തന്നെ അവർ അവരുടെ ചെവികൾ അവർ പൊത്തുന്നു. അപ്പം ഈ ഗ്രന്ഥങ്ങൾ ഹുസൂർ തിരുമേനി വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഹുസൂർ തിരുമേനി പറയുന്നു, ഞാൻ പട്ടണങ്ങളെ നിലംപതിച്ചതായി ഞാൻ കാണുന്നു, ജനനിബിഡമായിട്ടുള്ള സ്ഥലങ്ങളെ ആരുമില്ലാതായി ഞാൻ കാണുന്നു. എത്ര ഈ സ്ഥലങ്ങളാണ് ജനനിബിഡങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ, അതിനെ പരിപൂർണമായിട്ടും തരിശുഭൂമിയാകുകയുണ്ടായി. ആ ദൈവം ഒരു നീണ്ടകാലം മിണ്ടാതിരിക്കുകയുണ്ടായി. അവൻ്റെ കൺമുന്നിൽ ഏറ്റവും ഹീനമായിട്ടുള്ള ജോലികൾ നടക്കപ്പെട്ടു. പക്ഷെ അവൻ നിശബ്ദനായിരുന്നു. പക്ഷെ ഇനി അവൻ്റെ മുഖം അവൻ്റെ മുഖം അവൻ കാണിക്കാൻ പോവുകയാണ്. ആർക്കാണോ ചെവിയുള്ളത് അവൻ കേൾക്കുക. ഞാൻ പരിശ്രമിക്കുകയുണ്ടായി എല്ലാവരെയും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ ഒരുമിച്ച് കൂട്ടാൻ. ഇന്ന് ഈ പരിശ്രമം തന്നെ അതിൻ്റെ ഖലീഫത്തുൽ മസീഹ് അൽ ഖാമിസ്, നമ്മുടെ പ്രിയങ്കരനായിട്ട് ഇമാമ് ഇന്ന് തൻ്റെ പ്രസംഗങ്ങളിലും ഖുതുബകളിലും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ പാർലമെൻറ്റുകളിൽ പോയിക്കൊണ്ട് അവരെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ഇത് തന്നെയാണ് ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിൻ്റെ കാലത്ത് സംബന്ധിച്ചത്. അവിടുന്ന് പറയുന്നു, ഞാൻ പരിശ്രമിക്കുകയുണ്ടായി, ഈ ഒരു പരിശ്രമമാണ്, ഞാൻ പരിശ്രമിക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക എന്ന്. ഇന്ന് ഹുസൂർ എത്രത്തോളം കൂറോടുകൂടിയാണ്, എത്രത്തോളം ദുആ ചെയ്തുകൊണ്ടാണ്, എത്രത്തോളം പരിശ്രമത്തോടു കൂടിയാണ് ലോകത്തെ ഒരു സമാധാനത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നതെന്ന് നോക്കുക. ലോകത്തെ ഒരു ലീഡറും അതിനുവേണ്ടി പരിശ്രമിക്കുന്ന, ഞാൻ പരിശ്രമിക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ എല്ലാവരെയും മരിച്ചു മുട്ടുക എന്നുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ വിധി പൂർത്തിയാവുക എന്നുള്ളത് നിർബന്ധമായിരുന്നു. അതായത് ആ ശിക്ഷയുടെ ഭാഗവും പൂർത്തിയാവുക എന്നുള്ളത് നിർബന്ധമായിരുന്നു. പക്ഷെ ഞാൻ പരിശ്രമിക്കുന്നു അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ. ഞാൻ സത്യമായി പറയുന്നു, ഈ രാജ്യത്തിൻ്റെ ആ ഒരു സമയം വന്നുകൊണ്ടിരിക്കുകയാണ്. നൂഹിൻ്റെ കാലഘട്ടം നിങ്ങളുടെ കൺമുമ്പിൽ വരുന്നതാണ്. ലൂത്തിൻ്റെ ഭൂമിയിൽ നടന്ന കാര്യം നിങ്ങളും കാണുന്നതായിരിക്കും. അള്ളാഹു ശിക്ഷയിൽ പതിയവനാണ്. നിങ്ങൾ തൗബ ചെയ്യുക നിങ്ങളുടെ മുമ്പിൽ കരുണ ചെയ്യാൻ വേണ്ടിയിട്ട്. ആരാണോ അള്ളാഹുവിനെ ഭയപ്പെടാത്തത് അവനൊരു കീടമാണ്. ആരാണോ അവനെ ഭയപ്പെടാത്തത്, ആരാണോ അവനെ ഭയപ്പെടാത്തത് അവൻ മൃദുശരീരമാണ്. അവൻ ജീവനുള്ളവനല്ല. ഇവർ ജീവനുള്ളവരല്ല, അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ല. പക്ഷെ ഹുസൂർ തിരുമേനി ഇവരെ താക്കീത് കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദുആയാണ് ഹുസൂർ തിരുമേനിയുടെ
ഈ ഒരു പരിശ്രമത്തിൽ അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ, ഇവർക്ക് യുക്തി നൽകട്ടെ, ബുദ്ധി നൽകട്ടെ. ഹുസൂർ തിരുമേനി ശ്രമിക്കുന്ന, ഇവരെ സംരക്ഷണത്തിൽ ഒരുമിച്ച് കൂട്ടാൻ ശ്രമിക്കുന്ന ഈ ഒരു പരിശ്രമം അത് അള്ളാഹു വിജയിപ്പിക്കട്ടെ. കൂടുതൽ കൂടുതൽ ജനങ്ങളെ സമാധാനത്തിലേക്ക് വരട്ടെ, ആ സമാധാന വൃത്തത്തിലേക്ക് വരട്ടെ. അവർ ഹുസൂർ തിരുമേനി നൽകാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് ജനങ്ങൾക്ക് ലഭിക്കട്ടെ. അല്ലെങ്കിൽ ഈ ഒരു അപകടം അതിൻ്റെ അവർ പറയുന്നു ഒരു വിധത്തിലുള്ള ലക്ഷണങ്ങളും പറഞ്ഞില്ല, പക്ഷെ ഇത്രയധികം ലക്ഷണങ്ങൾ പറഞ്ഞിരിക്കുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിക്കുകയുണ്ടായി ഈ യുദ്ധങ്ങളിലെല്ലാം. ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിക്കേണ്ട യുദ്ധങ്ങളിൽ ഇന്നും അതിനെ ഓർത്തുകൊണ്ട് ഭയപ്പെടുന്നു ജനങ്ങൾ. ഹുസൂർ തിരുമേനി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. എത്രത്തോളം കാര്യങ്ങൾ പറയേണ്ടതായിരുന്നു അതെല്ലാം പറഞ്ഞിരിക്കുന്നു. ഏത് കാര്യങ്ങളാണോ അള്ളാഹു മറച്ചു വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനെ മാത്രം മറച്ചു വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള വ്യക്തമായിട്ട് ഹുസൂർ തിരുമേനി നമ്മുടെ കാര്യങ്ങൾ വെച്ചിരിക്കുന്നു. ജസാക്കുമുല്ലാഹ് ജസാ. എൻ്റെ അടുത്ത ചോദ്യം മുഹ്തറം മൗലാന അത്ത മുജിബുൽ സാഹിബിനോടാണ്. സയ്യിദന ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ബറാന അഹമ്മദിയ 4-ാം ഭാഗത്തിൽ 616-ാമത്തെ പേജിൽ ഇൽഹാം ചേർത്തിരിക്കുന്നു. ഫലമ്മാ തജല്ല ലിൽ ജബലി ജാലഹു ദക്ക. ആക്ഷേപകർ ഉന്നയിക്കുന്ന ആക്ഷേപകം ഇത് പൂർത്തിയായിട്ടില്ല എന്നാണ്. ഈ ആക്ഷേപത്തിന് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാം എന്താണ് നൽകിയത്? ജസാക്കല്ലാ. വാസ്തവത്തിൽ ഈ ഇൽഹാം ഇതിനെ സംബന്ധിച്ച് സൂറ ആറാഫിലെ 124-ാമത്തെ വചനത്തിലാണ് വരുന്നത്. മൂസ അലൈഹി സ്വലാമിൻ്റെ കോഹൻ തൂർ പർവ്വത്തെ സംബന്ധിച്ചിട്ടുള്ള മൂസ അലൈഹി സ്വലാം തൂർ പർവ്വത്തിലായിരുന്നപ്പോൾ ദൈവിക വെളിപാടുണ്ടായ അദ്ദേഹത്തിന് ദിവ്യഭാഷണം ലഭിച്ചു. അത് മൂസ അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിച്ചു, ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹുവിനോട് ചോദിച്ചു, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന്. അപ്പോൾ അള്ളാഹു പറഞ്ഞു മറുപടിയായിട്ട്, ഈ പർവ്വതത്തെ ഈ പർവ്വതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ ദർശനത്തെ നിനക്ക് താങ്ങാനാവുമെങ്കിൽ നിനക്ക് കാണാം. അങ്ങ് ഈ അടിസ്ഥാനത്തിലാണ് ഫലമ്മാ തജല്ല റബ്ബുഹു ലിൽ ജബലി ദക്ക. അള്ളാഹു ആ പർവ്വതത്തിൽ തൻ്റെ രൂപം കാണിച്ചപ്പോൾ അത് മൂസ അലൈഹി സ്വലാമിന് ബോധം കിട്ടുമെന്നാണ്. ഈ ആയത്തിൻ്റെ ഈ ഭാഗം മസീഹ് സ്വലാത്തു വസ്സലാമിന് ഇൽഹാമായിട്ട് ഇറങ്ങിയതാണ്. ഈ സംഭവത്തിലേക്കാണ് ഇത് അള്ളാഹു അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മേലെ വഹി എന്ന നിലയിൽ ഇത് ഇറക്കിയത്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് സംബന്ധിച്ച് പറയുന്നത് ബറാന അഹമ്മദിയുടെ 616-ാം പേജിൽ ഈ ഉദ്ധരണിയുണ്ട്. ഫലമ്മാ തജല്ല റബ്ബുഹു ലിൽ ജബലി ജഅലു ദക്ക വല്ലാഹു മുഹിനു കൈദിൽ കാഫിരീന വലിനജഅലഹു ആയത്തൽ ലിന്നാസി വറഹ്മത്തൻ മിന്നാ വകാന അംറൻ മഖ്ദിയ. അതായത് ഈ വിനീതൻ്റെ നാഥൻ ഒരു പ്രത്യേക പർവ്വതത്തിൽ പ്രകടമാകുമ്പോൾ അത് അതിനെ കഷ്ണമാക്കും, നിഷേധികളുടെ തന്ത്രങ്ങളെ ഇല്ലാതാക്കും. ഈ പർവ്വതത്തിൻ്റെ വിശ്വാസികൾക്ക് റഹ്മത്തിന് കാരണമാകും. ഈ കാര്യം ആദ്യമേ തന്നെ നിശ്ചയിക്കപ്പെട്ട സംഗതിയാണ്. അതായത് മുൻ പ്രവാചകന്മാർ വാർത്ത നൽകിയിരുന്നു, മസീഹ് മൗഊദിൻ്റെ കാലഘട്ടത്തിൽ എത്ര വളരെ ഭയാനകമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകും. ബറാന അഹമ്മദിയ 1594-ൽ മറ്റൊരു വെളിപാടും കൊണ്ട് ഫലമ്മാ തജല്ല റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്ക ഖുവ്വത്തുർ റഹ്മാനി ലി ഉബൈദില്ലാഹി സമദ്. അതായത് ഈ വിനീതൻ്റെ നാഥൻ പർവ്വതത്തിൽ പ്രകടമാകുമ്പോൾ അതിനെ കഷ്ണമാക്കും. ഇത് അള്ളാഹുവിൻ്റെ ശക്തി കൊണ്ടായിരിക്കും, തൻ്റെ ദാസനെ പിന്തുണച്ചുകൊണ്ട് അവൻ്റെ സത്യത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടി. മറ്റൊരു സന്ദർഭത്തിൽ പറയുകയാണെങ്കിൽ ലോകത്ത് ഒരു താക്കീതുകാരൻ വന്നു, എന്നാൽ ലോകം അദ്ദേഹത്തെ സ്വീകരിച്ചില്ല, എന്നാൽ അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കുന്നതാണ്. വളരെ ശക്തിമത്തായ ആക്രമണങ്ങളാൽ അദ്ദേഹത്തിൻ്റെ സത്യം പ്രകടമാക്കുന്നതും. ഫലമ്മാ തജല്ല റബ്ബുഹു ജഅലഹു ദക്ക ഖുവ്വത്തുർ റഹ്മാനി ലി ഉബൈദില്ലാഹി സമദ്.
അറബി ഇൽഹാമിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ദൈവം തൻ്റെ പർവ്വതത്തിൽ പ്രകടമാകുമ്പോൾ അത് അതിനെ ആ പർവ്വതത്തെ കഷ്ണം കഷ്ണമാക്കുന്നു. അള്ളാഹു തൻ്റെ ദാസൻ്റെ സത്യം പ്രകടമിക്കാനാണ് ചെയ്യുന്നത്. ഈ ഇൽഹാമിൻ്റെ ആണ് ഇതിൻ്റെ വിശദീകരണം. അത് മസീഹ് സ്വലാത്തു വസ്സലാം വിവരിച്ചിട്ടുള്ളത്. ഈ ഇൽഹാമിനെ സംബന്ധിച്ച് എതിരാളികൾ ഉന്നയിക്കുന്ന ആക്ഷേപം, ഇത് ഈ ഇൽഹാം അതൊരു പ്രവചനമാണ്, അത് പൂർത്തിയായില്ല എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ വിശദീകരണം പറഞ്ഞ് ഇതിൽ പർവ്വതം തകർന്നരിപ്പണമാകുന്നതിനെ കുറിച്ച് എന്നാൽ പർവ്വതം തകർന്നരിപ്പണമായിട്ടില്ല. വാസ്തവത്തിൽ അവരതിനെ ബാഹ്യാർത്ഥത്തിലാണ് അവരതിനെ എടുക്കുന്നത്. അതായത് ഇങ്ങനെ തന്നെ വാക്കുകൾ പറഞ്ഞതുപോലെ തന്നെ പുലരണം എന്നല്ല. എന്നാൽ അങ്ങനെ ഒരിക്കലും നടക്കുന്നതല്ല. അത് മസീഹ് സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടില്ല. ഈ വഹീയുടെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടില്ല ഒരു പ്രത്യേക പർവ്വതം ഉണ്ടെന്നോ അല്ലെങ്കിൽ അത് തകർന്ന് കരിപ്പണമാകുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ കൊച്ച പറഞ്ഞതുപോലെ ഇത് അതിൻ്റെ തുടർച്ചയാണ്. ആ അടയാളങ്ങളെ സംബന്ധിച്ചാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ മേലെ ഇറക്കിയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ വരുന്ന അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞുള്ളത്. അത് ഭൂകമ്പങ്ങളുടെ നാശങ്ങളുടെ രൂപത്തിൽ, യുദ്ധങ്ങളുടെ രൂപത്തിലാണത് പ്രകടമായത്. അതിന് വിശദീകരണം കൊച്ച നൽകേണ്ടായല്ലോ. ഇതുകൂടാതെ മറ്റൊരു അർത്ഥം പറയുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ നടക്കണം. അറബിയിൽ ഒരു ചൊല്ലുണ്ട്: തഫ്സീറുൽ ഖൗലി ബിമാല യർജ ബിഹി കായിലുഹു. ഒരു സംഗതി തഫ്സീർ പറയുക എന്നുള്ളത് വ്യാഖ്യാനിക്കാൻ, അതായത് അത് വ്യാഖ്യാനിക്കുന്ന ആൾ തന്നെ തൃപ്തിപ്പെടാത്ത രീതിയിൽ അതായത് പറയുന്ന ആളുടെ അത് മസീഹ് സ്വലാത്തു വസ്സലാം പറഞ്ഞത്, അത് മസീഹ് സ്വലാത്തു വസ്സലാം ഇങ്ങനെയാണ് പറഞ്ഞത്. ഈ പ്രവചനത്തിൻ്റെ വിഷയം ഇങ്ങനെയാണ് പറഞ്ഞത്: ഈ ഇൽഹാമിൽ അള്ളാഹു അടയാളങ്ങളെ സംബന്ധിച്ചാണ്, പ്രകടമാകുന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഈ കാലഘട്ടത്തിൽ അതെങ്ങനെ അത് പ്രകടമായി എന്നുള്ളത്, അതിൻ്റെ വിശദീകരണം, അതുകൊണ്ട് പ്ലാഗിനെ സംബന്ധിച്ച് അങ്ങനെ വന്നത്, ഭൂകമ്പങ്ങൾ എങ്ങനെ വന്നു, അതുപോലെ കാങ്ങട ഭൂകമ്പത്തെക്കുറിച്ച് പരാമർശിക്കുകയാണെങ്കിൽ അതുപോലെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇനി വരാൻ പോകുന്ന നാശങ്ങൾ, ആ നാശത്തിലേക്ക് ലോകം പോകുന്നത്, അതിനെ സംബന്ധിച്ചൊക്കെ പറയും. ഈ വിഷയങ്ങളൊക്കെ പറയുകയുണ്ടായി. അവർ പറയുന്നത് എല്ലാം മറന്നേക്കും, എല്ലാം പുറത്തു വരണം എന്നാണ് അവരാഗ്രഹം. എന്നാൽ അള്ളാഹു പറയുന്നത് യുമിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വാസം അർപ്പിക്കുന്നു. അള്ളാഹു ഒരിക്കലും തന്നെ ഈ ഗുപ്തമായ സംഗതികളെ പുറത്തു കൊണ്ടുവരുന്നില്ല. ഇത് പറയുന്നത് ഈ നാശത്തെ സംബന്ധിച്ച് ലോകത്ത് വന്നുകൊണ്ടിരിക്കും, അത് ഭാവിയിലും വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഹുസൂർ അൻവർ ബിൻ അസീസ് ഒരു ഖുതുബയിൽ പറയുകയുണ്ടായി, അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ നിയോഗത്തിന് ശേഷം വന്നിട്ടുള്ള നാശങ്ങൾ ഭൂകമ്പത്തിൻ്റെ രൂപത്തിലാവട്ടെ, യുദ്ധങ്ങളുടെ രൂപത്തിലാവട്ടെ, കഴിഞ്ഞ നൂറ്റാണ്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഒരിക്കലും അതിൻ്റെ സാമ്യം നമുക്ക് കാണാൻ മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ യോഗത്തിന് ശേഷം മില്യണിൽ അധികം ഭൂകമ്പങ്ങൾ ലോകത്തുണ്ട്. ഈ എല്ലാ നാശങ്ങളെല്ലാം തന്നെ ലോകത്ത് പോകുന്ന ഈ നാശങ്ങളൊക്കെ തന്നെ അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവചനങ്ങളിൽ അള്ളാഹു അദ്ദേഹത്തെ അറിയിക്കുകയാണെങ്കിൽ ഈ നാശങ്ങൾ വരും എന്നുള്ളത് അതാണ് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ പദങ്ങളെ പിടിച്ച് ഇരിക്കുക എന്നുള്ളത് ഇന്ന പ്രവചനം പൂർത്തിയായില്ല എന്നൊക്കെ പറഞ്ഞത് ഒരിക്കലും ശരിയായ രീതിയല്ല. ഞാൻ പറഞ്ഞതുപോലെ അത് സ്വയം തന്നെ അത് പറഞ്ഞ ആളില്ലാതെ ആരോപിക്കുക, എന്നിട്ട് ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് ഇതൊരിക്കലും ശരിയല്ല. അത് മസീഹ് സ്വലാത്തു വസ്സലാം എവിടെയും ഇങ്ങനെ ഇത്തരത്തിൽ പറഞ്ഞിട്ടില്ല. ഒരു പ്രത്യേക പർവ്വതമുണ്ടെന്നോ ആ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് തകർന്ന് കരിപ്പണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ മുഖമുണ്ടാകുമ്പോൾ പർവ്വതങ്ങൾ തകരാറുമുണ്ട്. ഇങ്ങനെയാണ് അത് പൂർത്തിയായത്. അത് അക്ഷരങ്ങൾ ബാഹ്യാർത്ഥത്തിൽ ഈ രീതിയിലാണ് ഇത് പൂർത്തിയായത്. ഞാൻ പറഞ്ഞതുപോലെ ലോകത്ത് വന്നുള്ള നാശങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ ആ പ്രവചനമെല്ലാം തന്നെ മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ പ്രവചനങ്ങൾ പൂർത്തിയാവുകയുണ്ടായി. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. പ്രേക്ഷകരെ, ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി ഞാൻ അവതരിപ്പിക്കുന്നതാണ്. അത് മസീഹ് സ്വലാത്തു വസ്സലാം അരുളി ചെയ്യുന്നു: ആകാശവും ഭൗമികവുമായ സംഭവങ്ങൾ, മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ആഗമനത്തിന് അടയാളങ്ങളുണ്ടല്ലോ, അത് എൻ്റെ കാലഘട്ടത്തിൽ അത് പ്രകടമായിരിക്കുന്നു. ഒരുപാട് കാലമായി, കുറച്ച് കാലമായി സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും റമദാൻ മാസത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ വാൽനക്ഷത്രവും പുറപ്പെടുകയുണ്ടായി. ഭൂകമ്പങ്ങൾ വന്നു, അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ വന്നു. അതുപോലെ തന്നെ ക്രിസ്തുമതം
വളരെ ശക്തമായി ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എന്നെ വലിയ രീതിയിൽ എന്നെ എന്നെ കാഫിറാക്കി തീർത്തു. ചുരുക്കത്തിൽ എല്ലാ അടയാളങ്ങളും പ്രകടമായി കഴിഞ്ഞിരിക്കുന്നു, എല്ലാ ജ്ഞാനങ്ങളും പ്രകടമായി കഴിഞ്ഞു. അത് ജനങ്ങൾ കിതാബുൽ ബറിയ റൂഹാനി ഖസായിൻ വാള്യം 13 പേജ് നമ്പർ 299. പ്രേക്ഷകരെ, ഇവിടെ അവസാനിക്കുകയാണ് ഈ എപ്പിസോഡ്. അടുത്ത എപ്പിസോഡിൽ ഇതേ വിഷയത്തിൽ തന്നെ നമ്മൾ തുടരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया हमने। आओ लोगों के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया